ഹായ് ഓൾ. ഇത് ജൂൺ 4 ആണ്. യാൻ ബേബിയുടെ ബർത്ത്ഡേയുടെ തലേ ദിവസമാണ്. അപ്പം നമ്മൾ ചേച്ചിയും എല്ലാവരും കൂടി ബലൂണൊക്കെ സെറ്റ് ചെയ്യുവാണ്, ഗിഫ്റ്റൊക്കെ പൊതിയുവാണ്. അപ്പോഴേക്കും ചേട്ടൻ വന്ന് യാൻ ബേബിയുടെ അപ്പയാണിത്. അപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞ് യാൻ ബേബിക്ക് രാവിലെ എണീക്കുമ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബലൂണൊക്കെ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ അവൻ കിടക്കണ അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ യാൻ ബേബി എഴുന്നേറ്റ് ഉടനെ ഇതാണ് കണ്ടത്. ആൾക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാം പെട്ടെന്ന് എല്ലാവരെയും കണ്ടപ്പോഴേക്ക് എന്താണെന്ന് അറിയാണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ അതേ ഗിഫ്റ്റൊക്കെ കണ്ടിട്ട് ആൾ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ അതേ ഓരോരുത്തരായിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കുക. അമ്മു ചേച്ചി ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തു, ബീൻ ബാഗ് കൊണ്ട് കൊടുത്തു. അവന് ഭയങ്കര ഇഷ്ടമാണ് ബീൻ ബാഗ്. അപ്പോൾ ചേച്ചി അത് വാങ്ങിക്കൊടുത്താണ്. അപ്പോൾ യാൻ ബേബിയിൽ അതിലിരുന്നൊക്കെ കളിക്കുവാണ് ആൾ. ഭയങ്കര സന്തോഷത്തിലാണ് ആൾ. എൻ്റെ ബർത്ത്ഡേ സർപ്രൈസ് കേക്ക് കട്ടിങ് വീഡിയോ യാൻ ബേബി എപ്പോഴും ഇരുന്ന് കാണുമായിരുന്നു. അപ്പോൾ ചേച്ചി ഇങ്ങനെ യാൻ ബേബിനോട് ചോദിക്കും, യാൻ ബേബിക്കും ബർത്ത്ഡേക്ക് ഇങ്ങനെ വേണമെന്ന് ചോദിക്കുമ്പോൾ യാൻ ബേബി ആന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ മുതൽ ചേച്ചി ഇങ്ങനെ പ്ലാനിങ് ആയിരുന്നു യാൻ ബേബിക്ക് ബർത്ത്ഡേക്ക് ഇങ്ങനെ വല്ല സർപ്രൈസ് കൊടുക്കണം എന്ന്. അങ്ങനെ സെറ്റ് ചെയ്താണ് ഇതെല്ലാം. അപ്പോൾ ആൾക്ക് ഭയങ്കര എന്തായാലും സന്തോഷമായിട്ടുണ്ട്. അത് കണ്ടപ്പോൾ നമ്മൾ ഹാപ്പിയായി. പിന്നെന്താ, യാൻ ബേബി ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുവാണ്. ഒക്കെ എടുത്ത് പൊക്കി എല്ലാവരെയും കാണിച്ചു കൊടുക്കുവാണ്. അങ്ങനെ ആൾ ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്ത് നോക്കുകയാണ്. പിന്നെ ചേച്ചിയും ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ബലൂൺ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. അതിൻ്റെ പുറത്ത് കയറി കളിക്കലും ബലൂൺ എല്ലാവരും മേത്തേക്ക് എറിഞ്ഞ് കളിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഗിഫ്റ്റൊക്കെ ഓരോന്ന് പൊളിക്കുമായിരുന്നു. അപ്പോൾ യാൻ ബേബിയുടെ അപ്പാപ്പയും അമ്മാമ്മയും വാങ്ങിച്ചു കൊടുത്താണ് ഈ ബാഗും ഡ്രസ്സും. ബുക്ക് വാങ്ങിച്ചത് യാൻ ബേബിയുടെ അമ്മ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ആ യെല്ലോ ഡ്രസ്സ് യാൻ ബേബിയുടെ അപ്പാപ്പയും അമ്മാമ്മയും വാങ്ങിച്ചു കൊടുത്താണ്. പിന്നെന്താ, ആ സ്റ്റിയറിങ് യാൻ ബേബിയുടെ ചിറ്റ് വാങ്ങിച്ചു കൊടുത്താണ്. ആൾക്കിങ്ങനെ കാറൊക്കെ ഓടിക്കുമ്പോൾ ഇങ്ങനെ സ്റ്റിയറിങ്ങിലിട്ട് കളിക്കൽ ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ യാൻ ബേബിക്ക് അത് കാറിൽ അപ്പയുടെ സൈഡിലിരുന്ന് യാൻ ബേബിക്ക് ഓടിക്കാനത് നല്ലതായിരിക്കുമെന്ന് തോന്നിയിട്ട് ഞാനത് ഗിഫ്റ്റ് ചെയ്തായിരുന്നു. അതിൽ കൂടുതൽ കളിക്കണത് യാൻ ബേബിയുടെ അമ്മയാണ് ഇപ്പോൾ. അപ്പോൾ യാൻ ബേബി ബാഗൊക്കെ ഉരുതേ സ്റ്റിയറിങ്ങിൽ പണി തുടങ്ങി. അതിനിതേ അപ്പുറത്ത് യാൻ ബേബിയുടെ അച്ചാമ്മയും ഒക്കെ വാങ്ങിക്കൊടുത്ത ഡ്രംസ് ആയിരുന്നു. അപ്പോൾ കിച്ചേട്ടയും യാൻ ബേബിയും കൂടി ഇരുന്നത് അതിൽ പണിയായിരുന്നു. അതിൽ മൈക്കൊക്കെ ഉണ്ട്. അപ്പോൾ യാൻ ബേബിയുടെ ഫേവറേറ്റ് സോങ്ങാണ് അപ്പാച്ചി. അത് പാടിക്കൊണ്ട് അവനിങ്ങനെ ഇരിക്കുക എപ്പോഴും. അപ്പോൾ കിച്ചേട്ടയും യാൻ ബേബിയും കൂടി അതിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിൽ പണിതുകൊണ്ടിരിക്കണേ രണ്ടുപേരും കൂടി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റെഡിയായി യാൻ ബേബിയുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ പോയേക്കുമായിരുന്നു. മണ്ണൂരായിരുന്നു ഷോപ്പ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു, ഫാമിലി ഫോട്ടോ എടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് യാൻ ബേബിയുടെ സിംഗിൾ ഫോട്ടോ 2 ഡ്രസ്സിൽ ഞങ്ങൾ എടുത്തായിരുന്നു. ആൾ ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് യാൻ ബേബിയുടെ ബർത്ത്ഡേക്ക് പൈസയൊക്കെ കൊടുത്ത് കുടിക്കയിലിടുവാണ്. യാൻ ബേബിയുടെ കുടിക്കുകയാണത്. അപ്പോൾ യാൻ ബേബിക്ക് കിട്ടുന്ന പൈസയൊക്കെ അതിൽ കുടിക്കലിങ്ങനെ വെക്കും. അത് കഴിഞ്ഞ് അമ്മാമ്മയും അപ്പാപ്പയും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഐസ്ക്രീം നിന്നിട്ട് ഓരോന്ന് കാണിക്കുക, തരൂല എന്നൊക്കെ പറഞ്ഞ്, ചിറ്റിക്ക് തരൂല എന്നൊക്കെ പറഞ്ഞ് ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോൾ ബലൂണൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങി. വീട്ടിൽ തന്നെയായിരുന്നു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ തന്നെയായിരുന്നു എല്ലാ ബലൂണും വീർപ്പിച്ചത്. കുക്കിംഗ് ഫുൾ യാൻ ബേബിയുടെ അമ്മാമ്മയായിരുന്നു. അപ്പോൾ അച്ചാച്ചനും അപ്പാപ്പനും ചിറ്റയും ചാച്ചനും എല്ലാവരും കൂടി അതിൻ്റെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് യാൻ ബേബി ക്യാഷ്യൂനട്ടൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ. അപ്പം അച്ചു അവിടെ കയറി ഇരിക്കാൻ വേണ്ടി പോയപ്പോൾ വേഗം കയറിയിരുന്നു, അല്ലെങ്കിൽ അച്ചു അവിടെ ഇരിക്കുമെന്നും പറഞ്ഞിട്ട് ആൾ. അത് കഴിഞ്ഞ് നമ്മൾ പതിയെ ഡെക്കറേഷൻസൊക്കെ ചെയ്യാൻ തുടങ്ങി. യാൻ ബേബി ലാഡറിൻ്റെ പൊക്കത്ത് കയറി ഇരിക്കുക. പിന്നെ അതേ അച്ചു ബലൂണൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് റെഡിയായി. അതിനിതേ യാൻ ബേബി കേക്ക് കട്ട് ചെയ്യുവാണ്. അപ്പോൾ അതേ അപ്പക്ക് കൊടുക്കുവാണ് യാൻ ബേബി കേക്ക്. അതിനിതേ കട്ട് ചെയ്തിട്ട് യാൻ ബേബിയുടെ അമ്മക്ക് കൊടുക്കുക. കേക്ക് കട്ട് ചെയ്ത് യാൻ ബേബി കിച്ചു ചേട്ടയ്ക്കും പൊന്നൂസിനും തമ്പൂനൊക്കെ കേക്ക് കൊടുക്കുകയാണ്. യാൻ ബേബിക്ക് നന്ദിച്ചിട്ട് ഗിഫ്റ്റ് കൊടുത്ത JCB കാണിച്ചു കൊടുക്കുകയാണ് അമ്മച്ചിച്ചി യാൻ ബേബീനെ. യാൻ ബേബിക്ക് ഇങ്ങനത്തെ കാറ്, ജീപ്പ്, വണ്ടി അങ്ങനത്തെ സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് യാൻ ബേബിക്ക്. അപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെ തുറക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് ആൾ. അത് കഴിഞ്ഞ് യാൻ ബേബിയും കിച്ചേട്ടയും ഫുഡ് കഴിക്കുകയാണ്. ബിരിയാണിയും പപ്പടമൊക്കെ കൂട്ടി. ആൾക്ക് യാൻ ബേബിക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കൂട്ടി കിച്ചിച്ചേട്ടയും യാൻ ബേബി ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ബാക്കി വന്ന ബലൂൺ എടുത്ത ആൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കിച്ചിച്ചേട്ടയും യാൻ ബേബിയും കൂടി ഓടിക്കളിക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്.
അപ്പോൾ ഇതായിരുന്നു യാൻ ബേബിയുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ.